പെരുന്നാൾ തിരക്കും സ്കൂൾ തിരക്കും എല്ലാം കൂടെ ആയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല കേട്ടോ, ഒരു 2 ആഴ്ചയൊക്കെ ആയിട്ട്. അതുകൊണ്ട് തന്നെ സൈഡിലും മുന്നിലും ഒക്കെ നന്നായിട്ട് പുല്ല് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഫ്രീ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ഈ ഒരു സൈഡ്, നമ്മുടെ കോൽക്കിണറിൻ്റെ ഈ ഒരു ബാക്ക് സൈഡ് പുല്ലൊക്കെ ഒന്ന് പറിച്ച് ക്ലീൻ ആക്കി എടുക്കാമെന്ന് കേട്ടോ. ക്ലീൻ ആക്കാൻ തുടങ്ങിയ ഒരു 5 മിനിറ്റ് പറിച്ചപ്പോഴത്തേക്കും മഴ, എവിടുന്നാന്നില്ലാത്തൊരു മഴ ചാറി വന്നിട്ടാ. അങ്ങനെ പറിക്കാനുള്ള മൂഡ് അങ്ങോട്ട് പോയി. അങ്ങനെ വേഗം പിന്നെ ഉള്ളിൽ കയറി ഒന്ന് കൈയും കാലൊക്കെ മേലൊക്കെ ഒന്ന് കഴുകി. അപ്പോഴേക്കും മക്കൾ കളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. കളി കഴിഞ്ഞ് വന്നല്ല, മഴ പെയ്തപ്പോൾ ഓടിച്ചാടി വന്നതാണ് കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു സംഭവം വറുത്ത് പിന്നെ ഇതാ നല്ല ചൂടുള്ള കട്ടൻ ചായ ഉണ്ടാക്കി കുടിച്ചു കേട്ടോ. കുട്ടികൾക്കും കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മെഷീനിലൊന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നു. കുറേ ദിവസമായി മെഷീനൊക്കെ ഒന്ന് ചവിട്ടിയിട്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ചവിട്ടില്ല എന്നുണ്ടെങ്കിൽ ആൾ സ്റ്റെക്കാവും. അപ്പോൾ 1-2 ഡ്രസ്സൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തു. പിന്നെ ഇതാ ഇക്ക ഇന്ന് വന്നപ്പോൾ ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അങ്ങനെ ചക്കയൊക്കെ വെട്ടി നന്നാക്കി. ആദ്യമൊക്കെ ഈ ചക്ക മുറിക്കാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിൽ പോയി ഒതുങ്ങി നിൽക്കും. ഞാൻ എരിഞ്ഞു തരാം, അല്ലെങ്കിൽ ഞാൻ പറിച്ചു തരാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം അങ്ങനെയല്ല, എല്ലാ പണിയും നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യും. അതാണ് നമ്മുടെ ലൈഫിൽ. അങ്ങനെ ഇതാ ചക്കയൊക്കെ പറിച്ചെടുത്ത്. ഇതിന് ചെറുതായിട്ടൊരു മധുരമൊക്കെ ഉള്ള പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അധികം ഒന്നും എടുത്തിട്ടില്ല, കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇനി അഥവാ വേവിച്ച് കഴിഞ്ഞിട്ട് നല്ലതല്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ചക്കപ്പുഴുക്കൊക്കെ റെഡിയാക്കി. പിന്നെ നമുക്ക് പെരുന്നാക്കിയിട്ട് ബീഫിൻ്റെ ബാക്കി കുറച്ചും കൂടി ഉണ്ടായിരുന്നു. സോ അതും കൂടി എടുത്തിട്ട് ബീഫ് റോസ്റ്റും ഉണ്ടാക്കി, ചക്കപ്പുഴുക്ക് ഉണ്ടാക്കി. മഴയൊക്കെ പെയ്യുമ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ അല്ലേ.